ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാറിനെ CPI പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു. വിഭാഗീയത രൂക്ഷമായ ജില്ലയിൽ സമവായ ശ്രമത്തിന്റെ ഭാഗമായാണ് ചിറ്റയം ഗോപകുമാറിന് നറുക്കുവീണത്. പാർട്ടി നടപടി നേരിട്ട മുൻ ജില്ലാ സെക്രട്ടറി AP ജയൻ ജില്ലാ കൗൺസിലിൽ തിരികെ എത്തി. ഒരു വിഭാഗത്തിന്റെ എതിർപ്പ് മറികടന്നാണ് ജയനെ ജില്ലാ ഘടകത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത്. കടുത്ത വിഭാഗീയതകൾക്കിടെയാണ് പത്തനംതിട്ടയിൽ CPI ജില്ലാ സമ്മേളനം നടന്നത്. ഏറ്റവും വലിയ വെല്ലുവിളി പത്തനംതിട്ടക്കാരനായ ജില്ലാ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കുക എന്നതായിരുന്നു. ഒടുവിൽ സമവായ നീക്കങ്ങളുടെ ഭാഗമായി ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാറിന് നറുക്കു വീണു. പാർട്ടിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് സെക്രട്ടറിയെ തെരഞ്ഞെടുക്കപ്പെട്ട ചിറ്റയം ഗോപകുമാർ ഈ ജില്ലയിലെ മുഴുവൻ സഖാക്കളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തി, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ശക്തിപ്പെടുത്തി ഈ നാടിൻ്റെ ഐക്യം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. രാജ്യത്ത് ഫാസിസം അവസാനിപ്പിക്കാനും മുഴുവൻ ജനങ്ങളെയും കൂട്ടിച്ചേർത്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിർവഹിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നേതൃത്വം കൊടുക്കും. ഈ സമ്മേളനത്തിൽ ഞെട്ടിക്കുന്ന തിരിച്ചുവരവ് നടത്തിയത് മുമ്പ് സംഘടനാ നടപടി നേരിട്ട ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് തരം താഴ്ത്തപ്പെട്ട AP ജയനാണ്. ഒരു വിഭാഗത്തിന്റെ കടുത്ത എതിർപ്പുകൾ മറികടന്നാണ് സംസ്ഥാന നേതൃത്വം ജയനെ വീണ്ടും ജില്ലാ കൗൺസിലിൽ കൊണ്ടുവന്നത്. നേതൃത്വത്തിലേക്ക് തിരിച്ചെത്തിയതിൽ വികാരാധീനനായി AP ജയൻ. തിരിച്ചെത്തിയതിൽ നിറഞ്ഞ സന്തോഷം. വളരെ ആകസ്മികമായിട്ടാണ് സംഘടനാ രംഗത്ത് നിന്ന് ഞാൻ പുറകോട്ട് പോകാനൊരു സാഹചര്യം വന്നത്. അതിൽ ഞാൻ മാനസികമായിട്ട് വളരെ വിഷമം അനുഭവിച്ച ഒരാളാണ്. അപ്പം ഇപ്പോൾ എൻ്റെ പാർട്ടി അത് മനസ്സിലാക്കി, സഹാക്കൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഒത്തിരി സന്തോഷമുണ്ട്. ജില്ലാ സെക്രട്ടറി സ്ഥാനം ഏറ്റെടുക്കുന്ന ചിറ്റയം ഗോപകുമാർ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം രാജിവെക്കുമോ എന്നതാണ് ഇനി ഉയരുന്ന ചോദ്യം. സംസ്ഥാന കൗൺസിലായിരിക്കും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക. 24 പത്തനംതിട്ട.